യേശുവാഴുന്ന ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾ കർത്താവാകുന്ന യേശു നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമ്മോടുകൂടെ റവറൻഡ് ഡോക്ടർ ബാബു ജോൺ വേട്ടമല അവറുകൾ ശുശ്രൂഷകളിൽ പങ്കാളിയാകുവാൻ വേണ്ടി ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ബാബു ജോൺ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. വളരെ വിലപ്പെട്ട സമയം ഞങ്ങളുമായി ചിലവഴിക്കുന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ ഉപകാരപ്രദമായിരുന്നു. അനേകർക്കത് അനുഗ്രഹമായി തീർന്നു. അങ്ങനെ ആ കാര്യങ്ങൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ 1-ാം വാക്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി: എബ്രായ ഭാഷയുടെ പ്രാധാന്യം. എബ്രായ ഭാഷയിലുള്ള അറിവ് വളരെ പ്രയോജനമായി തീരുന്നു. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ഈ പ്രഥമ നിമിഷങ്ങളിൽ തന്നെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എബ്രായ ഭാഷയിൽ ബൈബിൾ പഠിക്കുക എന്നത് ആവശ്യമായി വരുന്നുണ്ടോ? അതോടൊന്നിച്ച് തന്നെ എബ്രായ ഭാഷയിൽ ആ ഭാഷയ്ക്കുള്ള പ്രത്യേകതകൾ, ആ ഭാഷയുടെ യുണീക്നെസ്, ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് പറയാമെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഹൃദയത്തിൽ ബോധ്യം വരുന്നു. First of all, thank you, Vinijan, for asking a very, very difficult question. ചില ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. നമുക്കൊരു വൺ വേർഡിൽ അതിൻ്റെ ആൻസർ പറയരുത്. യെസ്, പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ഓഫ് ഡൗട്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഫ്ലഡ് ഗേറ്റ് ഓഫ് ഡൗട്ടോട് ഓപ്പൺ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സത്യത്തെ നിരാകരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം, വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നതിന് വേണ്ടി എബ്രായ ഭാഷ നമ്മൾ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ പോയി വേദപുസ്തകം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ വരുമ്പോൾ ഈ നമ്മളാരും ഐൻസ്റ്റീൻ ആയിട്ടല്ല നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത്. ആണോ? അല്ല, നമ്മളാരും ഐൻസ്റ്റീൻ ആയിട്ടല്ല ഫിസിക്സ് പഠിക്കുന്നത്. നമ്മളാരും മേരി ക്ലോഡോവാസ്കി ക്യൂറി ആയിട്ടല്ല നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത്. നോ. അപ്പോൾ നമുക്ക് മുമ്പേ നടന്നു പോയ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അവരിതൊക്കെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അവരുടെ എഴുത്തുകളിലൂടെയും അവരുടെ പഠിപ്പീരുകളിലൂടെയും അവരത് എസ്റ്റാബ്ലിഷ് ചെയ്തു. നമുക്കുള്ള ഗുണം എന്താ? വി സ്റ്റാൻഡ് ഓൺ ദെയർ ഷോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് കൈവക്കി ഇത്തരം നേടാൻ കഴിഞ്ഞു. നമ്മൾ അവരുടെ ഷോൾഡറിൽ നിൽക്കുമ്പോഴോ അവർ പഠിച്ചതിനേക്കാൾ കൂടുതൽ, അറിഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയും. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ജീവൻ പ്രാപിക്കുന്നതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന്. ഇതുപോലെ വിശുദ്ധ എബ്രായ ഭാഷയിൽ വേദപുസ്തകം പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർ ഹീബ്രു പഠിപ്പിക്കുന്നില്ല. എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറയുന്ന അധ്യാപകരുണ്ട്. ഐ ആം വെരി ഹാപ്പി ടു സേ ദാറ്റ് ഐ എം വൺ ഓഫ് ദം. ഞാൻ ഹീബ്രു പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ എബ്രായ ഭാഷയിൽ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നേ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു അധ്യാപകൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഹീബ്രു പഠിക്കാൻ കൊണ്ട് ഒരാവശ്യമില്ല. നോ, വിശുദ്ധ എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യ പാഠങ്ങൾ. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ പാഠം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇംപെരിക്കൽ ആഡക്വസി. ഇംപെരിക്കൽ ആഡക്വസി മീൻസ് റെഫറൻസസ്. ഇന്ന എഴുത്തുകാരുടെ ഇന്ന പുസ്തകങ്ങൾ അതിൻ്റെ ഇന്ന ചാപ്റ്ററിൽ ഇന്ന പേജസിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരാരാ? ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് സ്കോളേഴ്സാണ്. അത് നമ്മുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇനിയും അതും കഴിഞ്ഞാൽ ഈവൻ ഇഫ് യു ഹാവ് നോട്ട് ലേൺ ദ ഹീബ്രു ലാംഗ്വേജ്, ഇത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് ഹീബ്രുവിൽ അക്ഷരങ്ങൾ അറിയാം, അക്ഷരങ്ങൾ തിരിച്ചറിയാം, എഴുതാനറിയാം, വായിക്കാനറിയാം, ഒരിച്ചിരി ഗ്രാമാറ്റിക്കാലിറ്റിയും അറിയാം. പക്ഷെങ്കിൽ വിശുദ്ധ വേദ പുസ്തകത്തിൽ ആ ഭാഗം എബ്രായ ഭാഷയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പൊരുൾ തിരിച്ച് പഠിപ്പിക്കാൻ കഴിയുമ്പോൾ യു ബിക്കം എ ഹീബ്രു ബൈബിൾ ടീച്ചർ. Then the question, how easy is that? Or how difficult is that? അല്ലേ? അതെ. സ്വാഭാവികമായിട്ട് ആൾ ചോദിക്കാം.
ഇനി നമുക്ക് ബിബ്ലിക്കൽ ഹീബ്രു എന്ന കാര്യത്തിലേക്ക് വരികയാണ്. പിന്നെ ഹീബ്രു ലാംഗ്വേജിൻ്റെ ഫിനിഷൻ ചോദിച്ചാൽ സ്പെഷ്യാലിറ്റി പറയാം. ഒന്ന്, ദ ഹോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് 400 ഹീബ്രു റൂട്ട് വേർഡിൻ്റെ ബേസിസിലാണ്. എൻ്റെ ഒരു ബൈബിൾ 400 ഹീബ്രു റൂട്ട് വേർഡ്സ്. ഈ 400 ഹീബ്രു റൂട്ട് വേർഡ്സിൻ്റെ അർത്ഥം എന്താണെന്ന് പൊരുൾ തിരിച്ച് പറയാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ജസ്റ്റ് 400 റൂട്ട് വേർഡ്സ്. ദ ഹോൾ ബൈബിൾ ഹീബ്രുവിൽ പൊരുൾ തിരിച്ച് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ആധികാരികതയുള്ള അധ്യാപകനായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. എത്രയോ വർഷം കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതല്ലേ? ഇംഗ്ലീഷ് പഠിച്ചു. എൻ്റെ കാര്യം ഞാൻ പറയാൻ പഠിച്ചത്. അതിനുശേഷമാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും ഇംഗ്ലീഷ് ബൈബിൾ പഠിക്കുന്നതും ഇംഗ്ലീഷിൽ ബൈബിൾ പഠിപ്പിക്കുന്നതും. പക്ഷേ നമുക്ക് ഹീബ്രുവിലോട്ട് വരുമ്പോഴോ നമുക്കതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് 400 റൂട്ട് വേർഡ്സ് അറിയാവുന്ന ഒരാൾക്ക് ദ ഹോൾ ബൈബിൾ വളരെ ഈസിയായിട്ട് എബ്രായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു ഒറ്റ തെറ്റുമില്ലാതെ, ഒരു പ്രാവശ്യം പോലും തെറ്റ് സംഭവിക്കാതെ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ കഴിയും. അത് ബൈബിളിൻ്റെ ഏത് കാര്യം, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ നൗ ദ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഇറ്റ് ഹ്യൂമൻലി പോസിബിൾ? ഈ 400 റൂട്ട് വേർഡ്സ് പഠിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്, എത്രത്തോളം അസാധ്യമാണെന്ന് കാണുന്നത്, എത്രത്തോളം സാധ്യമാണെന്ന് നോക്കാം. ഞാൻ ഒരു അധ്യാപന നിലയ്ക്ക് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഈ 400 റൂട്ട് വേർഡ്സ് എടുത്തിട്ട് ആ 400 റൂട്ട് വേർഡ്സും പൊരുൾ തിരിച്ച അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് 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 ഇങ്ങനെയാണെന്ന് ഒരു പുസ്തകം എഴുതാൻ തുടങ്ങി കഴിഞ്ഞു. ദ ബുക്ക് ഈസ് ഇൻ ദ റൈറ്റിംഗ്. അത് കർത്താവ് അനുവദിച്ചാൽ എ ഫ്യൂ മന്ത്സ്, നിയർലി ഇനി ഒരു ഹാഫ് എ ഇയർ കൊണ്ട് എടുക്കുമെന്ന് തോന്നുന്നു. ഒരു 6 മാസം കൊണ്ട് എടുക്കും. 6 മാസം കൊണ്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് യോമർ എലോഖീം ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെന്ന്. ഏതാ? തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നല്ലെന്ന് പറഞ്ഞത്. തിന്നുന്ന നാളിൽ മരിക്കും എന്ന് അല്ല അവിടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ തിന്നുന്ന നാൾ മരിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അവിടെ കൊണ്ട് വരാം. വിൽ കം ടു ദാറ്റ്. പിന്നെ അത് നമ്മുടെ ടോപ്പിക്സ് അല്ലേ. ഒരു വാരിയെടുത്തിട്ടല്ല ഈ സ്ത്രീയെ സൃഷ്ടിച്ചത്. വാരിയെടുത്തിട്ടല്ല ഈ സ്ത്രീയെ സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ദേവദാസൻ പ്രസംഗിച്ചു, സ്ത്രീ, അവളൊരു വാരിയല്ലേ ഉള്ളൂ, എന്നിട്ട് അവിടെ അഹങ്കാരം കണ്ടില്ലയോ? ഒരു വാരിയല്ലേ ഉള്ളൂ. അതെ നോക്കിയപ്പം വാരിയല് കാണാനില്ല. അപ്പം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു വാരിയൽ ഒരെണ്ണം ഊരിയാലും പിന്നെ വന്നോളൂ എന്ന്. അങ്ങനെ ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ ശാസ്ത്രജ്ഞനല്ലല്ലോ. അപ്പം യോമർ എലോഖീം എന്ന പുസ്തകം ഇറങ്ങും, അത് പറയും അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നതേ, അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഈ വാരിയലിൻ്റെ കാര്യം പറയുന്നുണ്ടോ? നമ്മുടെ സീരീസിൽ വരുന്നുണ്ട്. നല്ല കാര്യം, അതൊക്കെ പറയാൻ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം ഈ 400 റൂട്ട് വേർഡ്സ് എന്ന പുസ്തകം ഇറങ്ങി കഴിയുമ്പം നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആയിരിക്കും. ചെറിയ വിലയ്ക്ക് മേടിക്കണം, വായിക്കണം, അതെല്ലാം വെച്ച് ബൈബിൾ പഠിക്കണം. പഠിക്കുമ്പോൾ മുഴുവൻ ബൈബിളും നിങ്ങൾക്ക് എബ്രായ ഭാഷയിൽ പൊരുൾ തിരിച്ച് നിങ്ങളുടെ ജനങ്ങൾക്ക്, നിങ്ങളുടെ ലെസനേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹീത നിനക്ക് നല്ലൊരു ആത്മീയ ശുശ്രൂഷകൻ, വേദപുസ്തകത്തിൻ്റെ ശുശ്രൂഷകനായി നിങ്ങൾ മാറും. ഈ സ്കോളർഷിപ്പ് എന്ന് കയറി പറഞ്ഞു കളയരുത്. ബൈബിൾ സ്കോളറൊന്നും ഹീബ്രു സ്കോളറൊന്നും പറഞ്ഞാൽ അതിന് ഒരുപാട് മൈലുകൾ വേറെ കിടക്കുന്നു യാത്ര ചെയ്യാൻ. ആ പൊസിഷനിലെത്താൻ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് നമ്മുടെ അമേരിക്കൻ കവി പറഞ്ഞതുപോലെ. ഇതിനിടയിൽ കയറി ചോദിച്ചോളട്ടെ, പാസ്റ്റർക്ക് ഈ 400 റൂട്ട് വേർഡ്സ് നന്നായിട്ട് അറിയാമോ? That's a very, very beautiful question. Well, yes. അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ 400 റൂട്ട് വേർഡ്സ് സെലക്ട് ചെയ്ത് വെച്ചത്. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ റൂട്ട് വേർഡ്സിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന 3 സോഴ്സാണ്. സോഴ്സ് നമ്പർ 1, ആ വാക്കിൽ തന്നെ എൻ്റെ അർത്ഥമുണ്ട്. ഡിക്ഷണറി നോക്കിയല്ല ഹീബ്രുവിൻ്റെ വേർഡ് മീനിങ് തീരുമാനിക്കേണ്ടത്. ആ വാക്കിൽ തന്നെ അതിനർത്ഥമുണ്ട്. എങ്ങനെ? ഓരോ അക്ഷരത്തിനും ഒരു സംഖ്യാമൂല്യമുണ്ട്.
ഓരോ അക്ഷരത്തിനും സംഖ്യാമൂല്യമുണ്ട്. 1, ഓരോ 2, 3. അക്ഷരത്തിനും അർത്ഥമുണ്ട്. ഓരോ അക്ഷരത്തിനും 4 അർത്ഥമുണ്ട്. ഒരു അക്ഷരത്തിന് 4 ഈസ്റ്റ്, അർത്ഥമുണ്ട്. വെസ്റ്റ്, സൗത്ത്, നോർത്ത് എന്ന് പറയുന്ന പോലെ 4 അർത്ഥമുണ്ട്. സർഫസ് ലെവലിൽ, ഡീപ്പർ ലെവലിൽ 70 അർത്ഥമുണ്ട് ഒരക്ഷരത്തിന്. ഒരക്ഷരത്തിന് 70 അർത്ഥമുണ്ട്. ഡീപ്പർ ലെവലിൽ മറ്റൊരു ഭാഷയ്ക്കും ഇതില്ല. എന്തോ വേറെ ഒരു ഭാഷയ്ക്ക് അങ്ങനെ ഇല്ല. അക്ഷരത്തിന് അർത്ഥമില്ല. അക്ഷരത്തിന് അർത്ഥമില്ല. ഏത് ഭാഷയിലാണ് അക്ഷരത്തിന് അർത്ഥമുള്ളത്? ആപ്പിൾ, ആ എയ്ക്കോ പിക്കോ എല്ലിനോ ഈക്കോ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. ഒരർത്ഥമില്ല. അപ്പം ദാറ്റ്സ് വൺ തിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളുടെ വ്യത്യാസം. അപ്പം അതാണ് ഒരു അധ്യാപകൻ. ഞാനിപ്പോൾ അധ്യാപകനാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഈ അർത്ഥതലങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ 70 അർത്ഥം 4 അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഏത് അർത്ഥത്തിലാണ് എങ്ങനെ അറിയാൻ കഴിയും? അത് മനസ്സിലാക്കാൻ നമുക്ക് 2 സോഴ്സുണ്ട്. ഒന്ന് BDB ഡിക്ഷണറി, ബ്രൗൺ, ഡൈവേഴ്സ് ആൻഡ് ബ്രിഡ്ജസ് എന്ന് പറയുന്ന 3 സ്കോളേഴ്സ് എഴുതിയ BDB ഡിക്ഷണറിയാണ് ഏറ്റവും അതോറിറ്റേറ്റീവായ ഹീബ്രു ഡിക്ഷണറി. അത് നമുക്ക് ഒരു സോഴ്സാണ്. രണ്ടാമത്തെ സോഴ്സ്, ഒന്ന് നമുക്ക് തന്നെ കണ്ടറിഞ്ഞിരിക്കണം, 2 നമ്മൾ BDB നോക്കിയിരിക്കണം, മൂന്നാമത്തേത് ഈ മദർ ടങ് യൂസർ ഉണ്ടല്ലോ, മദർ ടങ് യൂസർക്ക് മാത്രമേ ആ കോണ്ടെക്സ്റ്റിൽ ഏതർത്ഥമാണെന്ന് ആബ്സല്യൂട്ട് അതോറിറ്റി ആയിട്ട് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു യഹൂദനുമായി ബന്ധമുണ്ടാകും. അപ്പം ഞാൻ ഇസ്രയേലിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. എൻ്റെ സ്റ്റുഡൻസ് ആരെ? യഹൂദന്മാരാണ്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു യഹൂദ സ്ത്രീ എൻ്റെ സ്റ്റുഡൻറ്റിനോട് ചോദിക്കുക, ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഈ ശമരിക്കാരി സ്ത്രീയും തമ്മിലുള്ള കോൺവെർസേഷനെ പറ്റി. അവിടെ നീ ദൈവത്തിൻ്റെ ദാനമെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കാം, അവൻ നിനക്ക് ജീവനുള്ള വെള്ളം കുടിക്കാൻ തരും ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? നീ ദൈവത്തിൻ്റെ ദാനമെന്നും ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നിനക്കറിയത്തില്ല, എന്നോട് കുടിക്കാൻ ചോദിക്കേണ്ടത് നിനക്ക് അറിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, കൃപകൾ, കൃപാവരങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ഇതൊന്നും നിനക്കറിയത്തില്ല. വ്യാഖ്യാനശാസ്ത്രം ഇങ്ങനെ കയറി പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ആ സ്റ്റുഡൻ്റെ പേര് റോഥമെല്ല. ഞാൻ റോഥമെല്ലനോട് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന ഹീബ്രു ബൈബിൾ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഹീബ്രുവിൽ ഇല്ലെന്നാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇല്ലെന്നാണ്. ഇല്ല യവനായ ഭാഷയിലാണ് ഹീബ്രു പുതിയ നിയമം എഴുതിയത്. അപ്പോൾ പിന്നെ ഹീബ്രുവിൽ ഈ സാധനം ഇല്ല. ഇത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ സാധനം എബ്രായ ഭാഷയിൽ ഇസ്രയേലിൽ ക്രിസ്ത്യാനികൾ വായിച്ചുകൊണ്ടിരിക്കുക, അവരുടെ സഭകളിൽ വായിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ലണ്ടനിലിരുന്ന് ഞാൻ ഇസ്രയേലിലുള്ള ആൾക്കാരെ ഹീബ്രു ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിച്ച് കേൾപ്പിച്ച് പഠിപ്പിക്കുക. അതേ സെയിം ടൈം ഇതേ സമയത്ത് നിങ്ങളെന്താ പറയുന്നത്? ഹീബ്രുവിൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് ഇല്ല. ഇനി അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും യവനായ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ആ വിഷയം നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ എത്തത്തില്ല. ബട്ട് യു ഷുഡ് ഗോ ആൻഡ് ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഓൾസോ. നമ്മൾ തിരിച്ചു വരുന്നുണ്ടേ. അപ്പം ഒരു മദർ ടങ് യൂസറുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ BDB ഡിക്ഷണറി നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കണം. എൻ്റെ ടേബിളിൽ എപ്പോഴും ഉള്ളത് 24/7, അതുകൊണ്ട് മാറ്റത്തില്ല. 3, ഒറിജിനൽ ഹീബ്രു ബൈബിൾ നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അതിന് കയറി എവിടെ പോകരുത്? ഈ നെറ്റിൽ കയറരുത്. നെറ്റിൽ ആർക്കും എന്തുമിടാം. അതിൻ്റെ ആധികാരികത ആദ്യം ചോദ്യം ചെയ്യുന്നുണ്ടോ? ആരും അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നില്ല. അപ്പം ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അപ്പം ദെൻ യു അണ്ടർസ്റ്റാൻഡ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഹീബ്രുവിൽ എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകുന്നത്. അപ്പം ഇത് അധ്യാപകനായ ഞാൻ ഇത് നോക്കി മനസ്സിലാക്കി 400 റൂട്ട് വേർഡ്സിനെ ഡിസിഫർ ചെയ്ത് വെക്കുന്നു. അധ്യാപകനും എഴുത്തുകാരനുമാണ് ഞാൻ. എൻ്റെ സ്റ്റുഡൻസായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ക്ലാസ്സിലിരുന്ന് ഇത് മനസ്സിലാക്കുന്നു. ഇനി നിങ്ങൾ തന്നെ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? സർ, ആ റെഫറൻസ് ബുക്സ് ഒന്ന് തരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവൈലബിളായ നിങ്ങൾക്ക്
യൂസ് ചെയ്യാൻ പറ്റുന്നതായ ഏറ്റവും നല്ല റെഫറൻസ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തരും, ഇൻക്ലൂഡിങ് ദ ബുക്ക് ദാറ്റ് ഐ എം റൈറ്റിംഗ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്ഭുതകരമായിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം നിങ്ങൾക്ക് വളരെ പ്രയോജനമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കൂടുതൽ ആഴമേറിയ അനുഗ്രഹങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കർത്താവ് നൽകി തിരുമാറാകട്ടെ. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. മാത്രവുമല്ല, ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിനയപരിസരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.